ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ചായ കുടിക്കുക രാവിലെ. കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ചേച്ചി നേരത്തെ തുടങ്ങി കേട്ടോ. ചേച്ചി രാവിലെ എണീറ്റ് ചേച്ചി ചേച്ചി എന്തുവാ മറ്റേ കടല അടുപ്പത്ത് വെച്ച് ഇനി അപ്പം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ വൈകി എണീറ്റ്. ഇന്നലെ രാത്രി 12 മണിയായി കിടന്നപ്പോൾ തന്നെ. പിന്നെ ഗുളികയും കൂടെ കഴിച്ചിട്ട് രാവിലത്തെ ഗുളികയെല്ലാം കൂടെ ഞാൻ കഴിച്ചിട്ട് അങ്ങ് കിടന്നത്. അപ്പോഴത്തേക്കും ശരീരം അങ്ങ് ആകെ തളർന്നു രാവിലെ. പിന്നെ ചേച്ചി കട്ടൻ ചായയൊക്കെ ഇട്ട് തന്ന് അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തുവാ അപ്പവും കടലക്കറിയാട്ടോ. അപ്പോൾ രാവിലെ കൊച്ച് 6:15 വണ്ടിക്ക് പോകും മോള്. അപ്പോഴത്തേക്കും എല്ലാം ആകണ്ടേ. അപ്പോഴത്തേക്കും ചേച്ചി രാവിലെ എണീറ്റ് ഒക്കെ ആക്കി. ഞാനും എഴുന്നേറ്റ് ഇനിയിപ്പോൾ കടല കറി വെക്കണം, അപ്പം ചുടണം. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കടലക്കറി വെക്കാനുള്ള തേങ്ങ ചിരണ്ട ചേച്ചി. രണ്ട് അടിപൊളി അപ്പം. ഇന്നും നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ പൊരിക്കാം. ഇതെല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഈ സാധനം നല്ല സുഖമാട്ടോ. ഇത് നല്ല രസമാണ്. നമുക്കിവിടെ കിട്ടുന്നതല്ല. നല്ല സോഫ്റ്റ് അപ്പം കണ്ടോ. ഇത് വേണ്ട ചേച്ചി ഉണ്ടാക്കി ഇത്ര അപ്പം വെച്ചു. ഞാനതൊക്കെ അടുത്ത് നമുക്ക് ഒഴിക്കാം. ചേച്ചി എനിക്ക് നേരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഉണ്ടാക്കി നോക്കാം. അയ്യോ, ഞാൻ ഉണ്ടാക്കിയ ഒരാളുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ക്യാമറയും കൂടെ പിടിച്ചിട്ട് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടച്ചു കേട്ടോ. ഇത് കണ്ടോ എൻ്റെ കുക്കറിൻ്റെ അവസ്ഥ കണ്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു വീഡിയോയിൽ കടല കറി അടുപ്പത്ത് വെച്ചിട്ട് ഇത് കണ്ടോ. ഇതിപ്പോൾ കുറേ നേരമായി വെച്ചിട്ട് ആ പൊട്ടിയ സ്ഥലത്തൂടെ സ്റ്റീം പോവാട്ടോ. കണ്ടോ. ഇതാണ് ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, ഇച്ചിരി അല്ലേ പോകുള്ളൂ, കടല വേദനല്ല. ഇതുണ്ടോ ഇവിടെ അധികമൊന്നും. എന്നാലും കുഴപ്പമില്ല, വെറുതെ വെക്കാതെ നമ്മൾ വെക്കുന്നേക്കാളും എളുപ്പമാണെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ അത് വെച്ചതുകൊണ്ടോ. അല്ലെ ഇങ്ങനെ പോവാത്. കറിക്കുള്ള സവോള അരി കേട്ടോ. സവോളയും പിന്നെ തക്കാളി. നമുക്ക് അത് അരിയാ ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. തേങ്ങ പെരുംജീരകവും കൂടെ അരച്ചു കേട്ടോ. കടലക്കറിക്ക് തേങ്ങയും പെരുംജീരകവും. പപ്പ വെട്ടാൻ പോയിട്ടുണ്ട്. ഇനി പപ്പയ്ക്ക് ചായ കൊണ്ട കൊടുക്കണം. ഇട്ടേച്ച് പിള്ളേരെ കൊടുത്തു വിടണം. നമുക്ക് ചായ അടുപ്പത്ത് വെച്ചേക്കുവാണ്. രാവിലെ നല്ല മൂടലാട്ടോ. മഴ പെയ്യുന്ന ലക്ഷണമൊക്കെയാണെന്ന് തോന്നണം. ഉണ്ടോ കാർമേഘം എല്ലാം കറുത്തിരിക്കുന്നുണ്ട്. ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉച്ചയാകാറായ സമയം പിന്നെ വെയിലായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ മുറ്റത്തിറങ്ങി ഇങ്ങനെയൊക്കെ ഇത് ഭംഗിയല്ലേ. ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖമാണല്ലേ. മനസ്സിന് പച്ചപ്പ് കാണുമ്പോൾ സുഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സും സന്തോഷമായിരിക്കുമ്പോഴല്ലേ നമുക്കതൊരു ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ അല്ലേ. എന്നും പറഞ്ഞാൽ എൻ്റെ മനസ്സിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ മനസ്സ് നല്ല ഹാപ്പി തന്നെയാണ്. ലോലയും ചാർലിയൊക്കെ രാവിലെ അവരുടേതായ കളികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പിള്ളേരൊക്കെ മോള് രാവിലെ 5 മണിയായപ്പോഴേക്ക് എണീറ്റ് ഇരുന്ന് പഠിക്കുകയാണ്. റൂമൊക്കെ അടച്ചിട്ട് കടലയ്ക്കുള്ള സവോള ഇഞ്ചിയൊക്കെ വരട്ടും കേട്ടോ. പപ്പ ചേച്ചി ഇത് തുറക്കുക ചേച്ചി മിക്സിയിൽ. എൻ്റെ മിക്സിയുടെ കോലം കണ്ടോ. ഞാൻ ഇതെന്താണെന്നറിയോ, ഇത് ചേച്ചി പറഞ്ഞിട്ടാട്ടോ, എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കടല ഇച്ചിരി വേവിച്ചത് കൂട്ട് എടുത്തിട്ട് അരയ്ക്കുമെന്ന്. എന്നിട്ട് അപ്പോൾ നമുക്ക് ഈ അപ്പമൊക്കെ കഴിക്കുമ്പോൾ ചാറ് ഉണ്ടാകാനായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. കൊഴുപ്പ് കൂടാനും രുചി ഉണ്ടാവും അല്ലേ? കറിവേപ്പില എടുത്തില്ലേ? എടുത്തു ഫ്രഷ് കറിവേപ്പില അത് വരട്ടിയിട്ട് എല്ലാം ആക്കിയിട്ട്. കടുകില്ല. കടുകില്ല എന്ന് പറഞ്ഞു ചേച്ചി. കടുക് തീർന്നു. ചേച്ചി പറഞ്ഞു നല്ല കടുകില്ല. ഇന്നലെ ഞങ്ങൾ കടുകിൻ്റെ കാര്യം പറഞ്ഞു വിടാൻ മറന്നു. കടുക് തീരാൻ പാടില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. കടുക് തീരാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പം ഉള്ളവർക്കല്ലേ തീരാൻ പാടില്ലാത്തവർ. ഇല്ലാത്തവർക്ക് കടുകില്ലാത്തവർ നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊന്നുമില്ല, ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമല്ലേ അല്ലേ? നമുക്കങ്ങനെയൊന്നുമില്ല. കടുക് പോയിട്ട് ഒന്നും ഇല്ലാതിരുന്ന കാലമുണ്ട്. അപ്പോൾ പിന്നെ അത് തൊട്ട് ഇവിടെ വരെ നമ്മൾ ജീവിച്ചില്ലേ. അതന്നെയല്ലേ നമ്മുടെ ഉത്തമ ഉദാഹരണം അല്ലേ ചേച്ചി? ചേച്ചിയോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് ജീവിച്ചതെന്ന്. ചേച്ചി ഇങ്ങനെ ഓരോ പഴയ കാല അനുഭവങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് എടുക്കുന്നത്, പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി ഓർമ്മ വരുന്നതൊക്കെ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ പണികളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോയ്ക്കിടെ അതെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കടല അരച്ചിട്ടുണ്ട്. സവോള അതിൽ വെളുത്തുള്ളി ഇട്ടു അല്ലേ? ഞാൻ ഇഞ്ചി ഇച്ചിരി ഇടും, ചേച്ചി ഇഞ്ചി ഇടത്തില്ല. അപ്പോൾ ചേച്ചി ഇഞ്ചി ഇടാതെ അപ്പോൾ അതുപോലെ നമുക്ക് ചേച്ചി വെക്കുന്ന പോലെ നോക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാവം ക്രിസ്മസ് അപ്പൂപ്പനെ നമുക്ക് മാറ്റി നിർത്താം. ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനൊരു കോമഡി ആയിട്ടാട്ടോ പറയുന്നത്. ഒരു രസമല്ലേ അപ്പൂപ്പനെ കാണാൻ. നമ്മൾ ഒരുക്കിയ വറുക്കുക എന്ന് പറയുന്നത് അതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ. ഞാൻ ഒരു രസം എണ്ണയ്ക്കകത്ത് നമ്മളിട്ട് അതിനിട്ട് ഇളക്കുമ്പോൾ അങ്ങനെ പറയുന്നൊന്നും അല്ലാതെ ആരും അത് പറയുമ്പോൾ വിഷമിക്കരുത് കേട്ടോ. ഇനി ഞാനത് പറയത്തുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് കറിയായിട്ട് കാണാം കേട്ടോ. സമയം എത്രയാണോ? സമയം 7:42. ഞാൻ കറിവേപ്പില എടുക്കാൻ വന്നാണ് കറിക്ക്. അപ്പോൾ ഒരു സാധനം കണ്ട് അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു കറിവേപ്പില നമുക്ക് ഇവിടെ നോടിച്ചെടുക്കാം. എന്ത് സാധനമാണെന്നറിയാമോ? ഇത് കണ്ടോ, ഇത് കണ്ടോ എൻ്റെ കുക്കുമ്പർ. കുറേ കായ്ച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് മഴ പെയ്തപ്പോൾ അതൊക്കെ കുറേ പോയി കേട്ടോ. ഇതിലെല്ലാം കാ വരുന്നുണ്ട് കണ്ടോ. മഴ എന്താ വരുന്നു ഇതുണ്ടോ, ഇതിലൊക്കെ നിറച്ചും കായുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു 2 എണ്ണം. എവിടെ ഉണ്ടായിരുന്നു? ചേച്ചി കറിവേപ്പിലേക്ക് തെറുതിപ്പെട്ടു വേഗം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കായ്ക്കുന്നുണ്ട്. ഇതുണ്ടോ, കാണിച്ചു തരാം. നിറച്ചും കായ ഉണ്ടാകുന്നുണ്ട്. ഇത് നന്നായി കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ശരി. ഇതാ ചേച്ചി, നമ്മൾ അപ്പയ്ക്കപ്പൊക്കെ ഉള്ള കറിവേപ്പില പറിക്കുന്നതുകൊണ്ട് ഫ്രഷ് പറിച്ചെടുത്താൽ മതി വിചാരിച്ചു. മുറ്റത്തല്ലേ. ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടാണ്. എനിക്ക് വയ്യാതിരുന്ന സമയത്ത് ജൈവമായിട്ട് ചേച്ചീനെ ഇങ്ങ് കൊണ്ടുവന്നതാണ്. ദൈവം അറിഞ്ഞ കൊണ്ടുവന്നതാണ്. ഇതാണ്ട കറി, അടിപൊളി കറി കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, നല്ല കറിയാണ്. ഞാൻ ഉണ്ടാക്കുന്നേക്കാളും നല്ല രുചിയുള്ള കറിയാണ്. എന്നാന്ന് ചോദിച്ചാൽ ചേച്ചി കടലയൊക്കെ അരച്ച് ചേർത്തിട്ടല്ലേ വെച്ചത്. അപ്പോൾ നല്ല രുചിയാട്ടോ. നല്ല ഞാൻ ഉണ്ടാക്കുന്ന അത്ര അതിനേക്കാളും രുചിയുണ്ട്. അപ്പോൾ നമുക്കിത് പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ.
അരച്ച് ഇനി കറി വെക്കുന്നവർ ശ്രദ്ധിക്കട്ടെ. നമുക്കിത് കൂട്ട് കുറച്ച് കടല എടുത്തിട്ട് അരച്ച് എടുത്തിട്ട് കറി വെച്ച് നോക്ക്, നല്ല രുചിയാണ്. നമുക്ക് ആവശ്യത്തിന് ഇതുണ്ടോ കൊഴുപ്പും കിട്ടും, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. നമുക്ക് ഓരോരോ പുതിയ അറിവുകളല്ലേ, നമ്മൾ ഓർക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാത്രമേ നല്ലതുള്ളൂ, നമ്മൾ ചെയ്യുന്ന രുചിയുള്ളൂ എന്നൊക്കെ ചിലരൊക്കെ ഞാൻ അനുഭവം കേട്ടിട്ടുണ്ട്. ഇത് കൂടുതൽ രുചിയിൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം. അപ്പം നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന അതിൽ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കിയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുക്കാം. ഇതാ കഴിക്കുന്നു. എന്തൊരു സ്നേഹമാണ് നോക്ക് പെങ്ങളോട്. പെങ്ങൾ അല്ലാത്തപ്പോൾ അടിയും ബഹളമാണ്. അപ്പം അവൻ്റെ കാര്യം കാണണമെന്ന് പറഞ്ഞപ്പോൾ റീച്ചലോ എൻ്റെ പാത്രം ഒന്നും ഇപ്പിടി ബാഗിൽ നിന്ന്, ഞാൻ എന്നും പറയും സ്കൂൾ വിട്ട് വരുമ്പോൾ ബാഗിൽ നിന്ന് പാത്രം എടുത്തുകൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കണം. അത് എന്ത് ചെയ്താൽ കേൾക്കിയല്ല. അപ്പോൾ വല്യമ്മ ഉണ്ടാക്കി അപ്പം കറി നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിറച്ചും കഴിക്കുക, കുറേശ്ശെ എടുത്ത് കഴിക്കും. അവനിന്ന് SPC ഉണ്ടാവുന്നുണ്ട്. SPC ഇതുണ്ടോ, ഇതിൻ്റെ എന്തുവാടാ ഇങ്ങനെ പറയുന്നത്, ഇതിന് എന്താ പറയുന്നത്, ടാഗോനെ എംബ്ലം അല്ലേ. നമുക്ക് ഓർമ്മയൊന്നും ഇല്ലാത്തല്ലോ. ചാറ് വേണോ, കുറച്ചുകൂടെ കറി വേണോ, കടല വേണോ? കടലയൊക്കെ നല്ലോണം കഴിക്കുക. അപ്പോൾ ഇതാണ്ട് ചേച്ചി കഴിക്കുകയാണ്. ചേച്ചിക്ക് മരുന്ന് കഴിക്കണം. അതിന് ഞങ്ങൾക്ക് നിർബന്ധിച്ച് കഴിപ്പിക്കുക, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട്. മരുന്ന് കഴിക്കണ്ടല്ലേ ചേച്ചി പറയാം, രോഗിയാന്നൊക്കെ പറയാം. രോഗമൊന്നുമില്ല കേട്ടോ, ചേച്ചിക്ക് ഷുഗറുണ്ട്, അതാണ് ചേച്ചി ഓർത്ത് ഞാൻ രോഗിയാന്ന് എല്ലാവരോടും പറയാം. നിങ്ങോട്ട് നോക്കിയേ, ഇത് ഒരു രോഗവും ഇല്ല. ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഷുഗറിനുള്ളതാണ്, നല്ല മരുന്നാണെന്നാണ് പറയുന്നത്. എന്തോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് നല്ല മരുന്നാണ്. ഇങ്ങനെ 10 തുള്ളി വെച്ച് 3 നേരം കഴിക്കുന്നതാണ് നല്ല ഷുഗർ കൺട്രോൾ ചെയ്യുന്നതല്ലേ ചേച്ചി? ഷുഗർ കൺട്രോൾ ചെയ്യുന്ന വേണ്ടവർ ഹോമിയോ മരുന്ന് കഴിച്ചോട്ടോ. അത് ഇംഗ്ലീഷ് മരുന്ന് നമുക്ക് ശരീരത്തിനും കുഴപ്പമില്ല, നല്ല മരുന്നാണെന്നാണ് പറയുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ മിനിമത്തിൽ ഇങ്ങനെ നിൽക്കുകയെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനും അത് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റേച്ചിൽ ഇന്ന് ഞങ്ങളെ കളിപ്പിച്ചു. അവൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ എണീറ്റ് കടലയും അപ്പമൊക്കെ ഉണ്ടാക്കിട്ടോ. അത് നോക്കുമ്പോൾ ഉണ്ടോ അവൾ പറഞ്ഞ ക്ലാസ് ഇല്ലാന്ന്. എന്താണ് ക്ലാസ് ഇല്ലാത്ത? +1 രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്. അപ്പം +1ൻ്റെയോ? +1ൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയുണ്ട് റേച്ചിലെ കടലക്കറി? അപ്പോൾ നല്ലതാണോ? മമ്മി ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. ആണോ? മമ്മി വേറെ സ്റ്റൈൽ ഉണ്ടാക്കും, വല്യമ്മയുടെ സ്റ്റൈൽ നല്ല ഒന്നുകൂടെ. ആണോ? ഓക്കെ ഓക്കെ, അത് നല്ല അടിപൊളി. അപ്പോൾ എനിക്കിനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചേക്കുക കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഫുഡും എല്ലാവരും കഴിച്ചു. അപ്പം ഞാനും കഴിക്കാൻ പോവാം. എന്നാന്ന് വെച്ചാൽ പപ്പ വന്നിരുന്നു. പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പ പറഞ്ഞു ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഇച്ചിരി കഴിഞ്ഞ് കഴിക്കുന്നുള്ളൂ. അല്ലെങ്കിലും പപ്പ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കഴിക്കുള്ളൂ എന്നൊന്നും ഇല്ലാത്തോ. അങ്ങനെയൊന്നും പപ്പയ്ക്ക് നിർബന്ധമൊന്നുമില്ല. വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ് പപ്പയുടെ ഇത് കേട്ടോ. ആരെയും വെയിറ്റ് ചെയ്തിരിക്കുകയോ ഒന്നും ചെയ്യുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ പപ്പ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാകും, അവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.